ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് വെച്ചിട്ട് ഒരു പ്രഥമൻ റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പും നുറുക്ക് ഗോതമ്പ് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഗോതമ്പ് പ്രഥമൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗോതമ്പ് പ്രഥമന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ്, അതിൻ്റെ തവിടൊന്നും ഇല്ലാതെ നന്നായി കഴുകി എടുത്തിട്ടുള്ള ഗോതമ്പാണിത്. അപ്പോൾ ഞാനിത് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു ഗോതമ്പാണിത്. അപ്പോൾ നിങ്ങൾക്ക് കുതിർത്ത് വയ്ക്കാതെയും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേവിക്കുന്ന സമയം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വേവിച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് പറ്റും. അപ്പോൾ രാവിലെ കുതിർത്തിട്ട് ഞാനൊരു വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ കുതിർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നുറുക്ക് ഗോതമ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് എന്ന് പറയുമ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന, നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ കിട്ടാറുണ്ടല്ലോ, ആ ഒരു ഗോതമ്പാണ്. അപ്പോൾ അത് നന്നായി കഴുകി എടുത്തിട്ടുള്ള ഗോതമ്പാണിത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് പായസത്തിൽ നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് ഈ ഗോതമ്പിനെക്കാട്ടും കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അളവ്, ഇതിൻ്റെ വിസിൽ എന്ന് പറയുന്നത്, അതായത് വേവിൻ്റെ പാകം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു 6 വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുതിർത്ത് വെക്കാത്തതാണെങ്കിൽ ഇതിൽക്കാട്ടും കൂടുതൽ വിസിൽ നമ്മൾ വേവിക്കാൻ സമയം എടുക്കും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഓരോ അച്ചായിട്ട് മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിൽ കല്ലോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് നല്ല കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് അരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരട്ടെ. അപ്പോൾ നിങ്ങൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. കാരണം ഇത് മെൽട്ടായിട്ട് നമ്മുടെ ഒന്നാമത് ഗോതമ്പ് മുഴുവനായിട്ടുള്ള ഗോതമ്പാണ്. അപ്പോൾ ഇത് മെൽട്ടൊക്കെ ആയി ഗോതമ്പുമായിട്ട് ഈ മധുരമൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും പായസത്തിന് മധുരം കുറവായിരിക്കും. അതുകൊണ്ട് കൂടുതലായിട്ട് നിൽക്കുന്ന രീതിയിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര മെൽട്ടായി വന്ന സമയത്ത് നമുക്ക് 2ാം പാൽ, തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് കുറച്ച് സമയം വരെ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. കാരണം നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. പായസം തിളച്ചിട്ട് നന്നായി കുറുകി വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും 2ാം പാൽ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. നല്ല കുറുകി കിട്ടുന്ന വിധത്തിൽ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ നന്നായി കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ മധുരം ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള 1ാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ചെറിയൊരു തിള വരുന്ന സമയത്ത് ആ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയെടുക്കുക. തേങ്ങയുടെ 1ാം പാൽ ചേർത്തതിന് ശേഷം പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടുപ്പിൽ നിന്നും ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നെയ്യൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ തന്നെ ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും വേണമെങ്കിൽ മൂപ്പിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കളർ കിട്ടിയാൽ മതി, ഒരു ബ്രൗൺ കളർ. ഇനി നമുക്കിത് പായസത്തിലോട്ട് നെയ്യടക്കം ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, നമ്മളെ ഗോതമ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പും നുറുക്ക് ഗോതമ്പും രണ്ടും കൂടിയുള്ള ഈ ഒരു പ്രഥമൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.